ഞാൻ വീക്ഷണത്തിൽ വന്ന ഓരോ ദിവസത്തെയും വാർത്ത KPCC പ്രസിഡന്റ് വാർത്തയും പ്രതിഷേധവും എല്ലാം വേണുവിന്റെ വാട്സപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ സൂം ചെയ്ത് കാണിച്ചാൽ ഇത് നിങ്ങളുടെ സമയം പോവും, അതുകൊണ്ട് കാണിക്കുന്നില്ല. അതാ ഇതിലെല്ലാം ഉണ്ട്. അതിപ്പോൾ തന്നെ നിതിൻ അയച്ചു കൊടുക്കണം. കാരശ്ശേരി മാഷക്ക് ഞാൻ അയച്ചു കൊടുത്തോളാം. നിതിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അയച്ചു കൊടുക്കാത്തത്. അപ്പോൾ അത് സംസാരിക്കുന്നില്ല. നോക്കൂ വേണു, RSSൻ്റെയും CPMൻ്റെയും പരസ്പര സഹകരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയിലത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇന്ത്യയിലത്തെ ഇടതുപക്ഷത്തിൻ്റെ മുഖമായ രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പരാമർശം പറഞ്ഞപ്പം മിണ്ടുന്നില്ല. അതാണ് എൻ്റെ കാര്യം. പിന്നെ ഇവിടെ RSSമായിട്ടുള്ള ബന്ധം ആർക്കാണെന്ന് നമുക്കറിയാമല്ലോ. ഈ അയ്യപ്പ സംഗമത്തിലെ ആരുടെ സന്ദേശമാണ് വളരെ ഹൃദയപൂർവ്വം വായിച്ചത്? ആരുടെ സന്ദേശമാണ്? UP മുഖ്യമന്ത്രിയുടെ ആണല്ലോ. അതിനുശേഷമുള്ള ADGPയുടെ ആ ബന്ധങ്ങളും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ RSS CPM ബന്ധമൊന്നും ഞാൻ തുറന്നു പറയുന്നില്ല. തൃശ്ശൂർ പൂരം അടക്കം എൻ്റെ നാട്ടിലാണല്ലോ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഈ ചർച്ചയിലടക്കം നമ്മുടെ മുമ്പിൽ വെച്ച് പറയാണ് വീക്ഷണത്തിൽ വന്നില്ല എന്നുള്ളത്. അതെല്ലാം ഞാൻ വേണുവിട്ടിട്ടുണ്ടോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല വേണു. കാരണം ഇവർക്ക് BJPയെ ഭയമാണ്. ഇവർ ചെയ്യില്ല. അതുകൊണ്ടാണ് KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അവിടെ പരാതി കൊടുത്തത്. ആലപ്പുഴയിൽ KPCC സെക്രട്ടറി പരാതി കൊടുത്തു. അവസാനം അതിൻ്റെ സാങ്കേതികത്വം വന്നപ്പോഴാണ്, പേരാമംഗലത്തുകൊണ്ട് പരാതി കൊടുത്തപ്പോഴാണ് ഇന്ന് പോലീസ് ഗതികെട്ട് പോയത്. അറിയാം. അല്ലാണ്ട് ഇവരുടെ ഗുണം കൊണ്ടൊന്നുമല്ല. കോൺഗ്രസ് പ്രക്ഷോഭം നടത്തി. VD സതീശൻ അസംബ്ലിയിൽ വിവരം പറഞ്ഞു, ബാനർ ഉയർത്തി. ഒരു ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എന്നുള്ള വാക്ക് വലിയ വിഷമമുണ്ടാക്കി. കാരണം എന്താ അറിയാമോ? സ്പീക്കർ പറയേണ്ടത് ഇന്ത്യയിലത്തെ പ്രതിപക്ഷ നേതാവിനെയാണ്. അവിടെയാണ് വിഷയം. അത് ചർച്ചയ്ക്ക് എടുക്കാൻ പോലും ഒരു ഭയന്നു. എന്നിട്ട് മന്ത്രി രാജീവ് പറഞ്ഞതിലത്തെ ആ ഒരു ശനി ഞായർ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇവർ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അപ്പോൾ ഇവർക്കൊന്നിനും ഉത്തരവില്ലാത്തതുകൊണ്ട് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പത്രത്തിൽ ഞാൻ വീക്ഷണത്തിനെ മാത്രമേ അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിതീഷിന് അയച്ചു കൊടുക്കണം. ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കും.